റിയൽമിയുടെ Realme C51 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C51 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Realme C51 6.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. HD റെസൊല്യൂഷനെ ഇതിൽ വരുന്നുള്ളൂ, ഫുൾ HD റെസൊല്യൂഷനൊന്നും കൊടുത്തിട്ടില്ല. ഈ ഫോൺ 10,400 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും വരുന്നില്ല. എന്തായാലും HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ. അപ്പം അറ്റ്ലീസ്റ്റ് പഞ്ചോൾ ഡിസൈനെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് iPhone 14 Pro സീരീസിൽ ഇതുപോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം 90.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 560 നിറ്റ്സ് ആണ്. മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നില്ല. ഇത് രണ്ടും വേണം എന്നല്ല, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം കൂടി അവർക്ക് കൊടുക്കായിരുന്നു കൂടിയ റിഫ്രഷ് റേറ്റിൻ്റെ കൂടെ. അപ്പോൾ അത്ര ബെസ്റ്റ് ഇല്ലെങ്കിലും തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 186 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. ഈ ഫോണിൻ്റെ കാർബൺ ബ്ലാക്ക് അതുപോലെ തന്നെ മിൻറ്റ് ഗ്രീൻ എന്നിങ്ങനെ 2 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ unisoc T612 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൽ 4GB റാം കൊടുത്തിട്ടുണ്ട്, 64GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും ഈ ഫോണിൽ വരുന്നില്ല, സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് തിരക്കേടില്ല. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള Realme സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. രണ്ടാമത് ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10,400 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചാർജിങ് സ്പീഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം തൈവാനിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. തൈവാനിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 10,400 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ വളരെ നല്ലൊരു ചാർജിങ് സ്പീഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ബാക്കി പ്രോസസ്സർ അതുപോലെ തന്നെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വലിയ തരക്കേടില്ല എന്ന് പറയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഒരു ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും വില 10,000 രൂപയ്ക്ക് താഴെയായിരിക്കും വരിക. കാരണം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള Realme C53 എന്നുള്ള സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ ഒരു 8,000-9,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫോണാണ് എന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും റിയൽമിയുടെ Realme C51 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും Realme C51 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.